ഉഷയോട് ചോദിക്കാനുള്ളത് ഉഷയുടെ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. സിനിമാ മേഖലയിൽ എത്ര കാലം സജീവമായി ഉണ്ടായിരുന്നു? ഏകദേശം എത്ര വർഷം എന്ന് പറയാം? ഇപ്പോഴും ഉണ്ടോ? ഞാനിപ്പോൾ വീണ്ടും സജീവമായിട്ട് ഉണ്ട്. ഇടക്കാലത്ത് എനിക്ക് വർക്കുകളില്ലായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ കാരണം കൊണ്ട് ചില സമയത്ത് ഞാൻ മാറി നിന്നിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഇത്തരം ഞാൻ പ്രതികരിക്കുന്നത് കൊണ്ടും ചില കാര്യങ്ങളിൽ എൻ്റെ പ്രതികരണം ഉണ്ടായതുകൊണ്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പവർ കമ്മിറ്റി എന്നൊക്കെ പറയുന്നല്ലോ അപ്പൊ അവരെല്ലാരും കൂടെ ചേർന്ന് തന്നെ ഒതുക്കിയതാവാം എന്ന് എനിക്കിപ്പോ തോന്നുന്നു. എനിക്ക് പടങ്ങൾ കിട്ടാതിരുന്നത് വ്യക്തമായി പറയാമോ? പല കാര്യത്തിനും പ്രതികരിച്ചിട്ടുണ്ട്. എത്ര വർഷമായി ഉഷ മലയാള സിനിമയിലുണ്ട്? ഉഷയ്ക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? ഞാൻ 40 വർഷമായി ഇൻഡസ്ട്രിയിലുണ്ട്. നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് എന്ന് പറയുന്ന സിനിമയിലാണ്, ഒരു ഡാൻസ് രംഗത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. പിന്നീട് ബാലചന്ദ്ര മേനോൻ സാറിന്റെ കണ്ടതും കേട്ടതും എന്ന 88-ൽ റിലീസായ പടത്തിലാണ് നായികയായിട്ട് വരുന്നത്. അതിന് ഇപ്പം 37 വർഷത്തോളമായി. നല്ല സജീവമായിട്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ എന്താ പറയുക, ഒന്ന് രണ്ട് സംവിധായകരിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ വിട്ടുവരാൻ നിന്നതാണ്. പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് പരാതി പറയാനൊരിടമൊന്നും ഒന്നുമില്ല. നമ്മൾ തന്നെ പ്രതികരിക്കുക, നമ്മൾ ആ പടം വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ ലൊക്കേഷനിൽ നിന്ന് തന്നെ വളരെ മോശമായ രീതിയിൽ ഈ ഡയറക്ടറുടെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വരുമ്പോൾ അവർ നമ്മളോട് മോശമായിട്ട് പെരുമാറും. ആദ്യം ഭയങ്കര സ്നേഹമായിരിക്കും. എനിക്കുണ്ടായ അനുഭവമാണ്. ഭയങ്കര സ്നേഹത്തിൽ ഏത് ഡ്രസ്സ് ഇടണം ഇട്ടോളൂ, അതിടണ്ടേ പൊട്ട് വെക്കണോ പൊട്ട് വെച്ചോളൂ, വേണ്ടെങ്കിൽ വേണ്ട, അത്തരത്തിലുള്ള ഒരു ഈ സംവിധായകന്റെ സിനിമയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, അയ്യോ ആ സംവിധായകന്റെ പടത്തിൽ പോയ ഭയങ്കര പ്രശ്നമാണെന്ന്. അത് കേട്ടിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാറ്റമൊന്നുമില്ല. അയാൾ ആരായാലും, ഇനിയിപ്പോൾ എത്ര വലിയ നടിയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കും, ചോദിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും. പക്ഷെ എൻ്റെ വാപ്പ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ റൂമിലേക്കാണ് വിളിച്ചത് പുള്ളി. റൂമിലേക്ക് വരൂ, നമുക്ക് സംസാരിക്കാം. ഒരു രാത്രി 8 മണി 9 മണിയായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ പാപ്പയും കൊണ്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ പുള്ളിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തിനാണ് വിളിച്ചത്, എന്തായിരുന്നു കാര്യം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് പറയാനൊന്നുമില്ല. അവിടെ 2-3 വേറെ പ്രായപൂർത്തി പോലും ആകാത്ത 1-2 കുട്ടികളും അമ്മമാരും ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതാണോ? ഞാൻ വെറുതെ കാണാൻ വിളിച്ചതാണെന്ന്. സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണോ? ആയിരുന്നു. ഏത് വർഷമാണ് ഉഷ? സംവിധായകൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഏത് വർഷമാണ് ഉഷ? 89-90 കാലഘട്ടത്തിലാണ്. ഈ സിനിമാ മേഖലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകണം, അല്ലെങ്കിൽ റോൾ കിട്ടില്ല എന്ന പലരും അനുഭവം മൊഴിയായി നൽകിയിട്ടുണ്ട് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ. ഉഷയെ സംബന്ധിച്ച് എന്തായിരുന്നു ആ അനുഭവം? ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു സംവിധായകനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ ആ സിനിമയിൽ തുടരാൻ പറ്റില്ല, അല്ലേ? അതെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ അവിടെ ബോൾഡായിട്ട് നിന്നു. ഞാൻ ചെരുപ്പ് ഊരി, ലൊക്കേഷനിൽ അടിക്കാൻ ചെരുപ്പ് വരെ ഊരി. അതന്ന് നമുക്ക് പല്ലിശ്ശേരിക്കൊക്കെ അറിയാം, പല്ലിശ്ശേരി ചേട്ടനൊക്കെ അറിയാവുന്നതാണ്. അന്നത് വാർത്തയായിട്ടൊക്കെ അന്ന് നാനയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ വാർത്തയായിട്ടൊക്കെ വന്നിട്ടുള്ള. പക്ഷെ അപ്പോഴും നമ്മുടെ അന്ന് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, നടന്മാരായാലും പ്രധാന നടൻ ഉൾപ്പെടെയുള്ളവർ, നായികയും ഉൾപ്പെടെ നിന്ന് ചിരിച്ചിട്ട് അവർ നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. നമ്മൾ ആളാകാൻ വേണ്ടി പറയുന്ന കാര്യമാണ് എന്നുള്ള തരത്തിൽ. പിന്നെ നമ്മൾ ആരോടാ ചെന്ന് പറയുക പരാതി? പിന്നെ നമ്മൾ നല്ല ബോൾഡായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ആ സിനിമയിൽ മുഴുവനും അഭിനയിച്ച് തീർത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ സംവിധായകന്റെ സിനിമയിലൊന്നും നമ്മളെ വിളിച്ചിട്ടില്ല. പലരും പറഞ്ഞിട്ടുണ്ട്, പല ആർട്ടിസ്റ്റുകളും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആ കാര്യത്തിൽ എൻ്റെ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ സിനിമയാണത്. അപ്പോഴൊക്കെ തന്നെ ഞാൻ പ്രതികരിക്കുന്ന ആളാണ് എന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം അത്തരത്തിലൊരു ഇടപെടൽ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. പിന്നീട് അത്തരത്തിലുള്ള ഇടപാട് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. ഉഷ ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്. സംഘടനയുടെ പ്രതിനിധിയാണോ? നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ സംഘടനയിലെ അംഗമാണോ? അമ്മയില് പിന്നെ
അമ്മയുടെ ലൈഫ് മെമ്പറാണ്. ആ സംഘടനയുടെ പ്രവർത്തനം എങ്ങനെയാണ്? മുതൽ അംഗമാണ്. ആ സംഘടനയുടെ പ്രവർത്തനം, ആ സംഘടന സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നു, അവിടെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുന്നു. ഇപ്പോൾ WCC ഒക്കെ രൂപീകരിച്ചവരെയൊക്കെ എല്ലാവരെയും ഒന്നുകിൽ അവർ ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ എന്താണ് ആ സംഘടന യഥാർത്ഥത്തിൽ നടിമാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഉഷ? നടിമാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഇപ്പം എന്ത് പറയണമെന്ന് അറിയത്തില്ല. പക്ഷേ സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തികൾക്ക് വേണ്ടി അമ്മ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി നല്ല കാര്യം. പക്ഷേ അമ്മ സംഘടന നല്ലൊരു സംഘടനയാണ്. പണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ പിന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആശുപത്രിയിൽ പോയാൽ ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്നൊക്കെ ഒരു വ്യത്യാസം. അങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, പിന്നെ കൈനീട്ടം കൊടുക്കുന്നുണ്ട്. പല 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 കൈനീട്ടം മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മുടെ അമ്മയിലെ ആൾക്കാർ ഉണ്ട്. അപ്പോൾ അത് വർക്കൊന്നും ഇല്ലെങ്കിലും അമ്മയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം കൊണ്ട് മരുന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ പാല് വാങ്ങിക്കാം, ചില്ലറ ചിലവുകൾ നടത്താമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം നല്ല കാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. അമ്മ സംഘടനയെ നമുക്ക് മോശമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ചില ആൾക്കാർ, അവിടെ വരുന്ന ചില ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ തീരുമാനങ്ങളുമാണ് കുറേ നാളായിട്ട് നമ്മളെല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അമ്മ സംഘടന, തിലകൻ ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതും ഇത് തന്നെയാണ്. അമ്മ സംഘടനയെ കുറ്റമല്ല പറഞ്ഞത് അദ്ദേഹവും. അതായത് പറഞ്ഞത് അമ്മ സംഘടനയിലുള്ള 15 പവർ ലോബി ഉണ്ട് അല്ലേ? ഒരു സംഘം ആ രൂപത്തിൽ ശക്തരായി പ്രവർത്തിക്കുന്നതിൽ സംവിധായകരും നിർമ്മാതാക്കളും താരങ്ങളും ഒക്കെ ഉണ്ട്. അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നിപ്പോ. അതെ, ഇപ്പൊ അത് കേൾക്കുമ്പോൾ അത്ഭുതത്തോടെയാണ്. അങ്ങനെ ഒരു പവർ കമ്മിറ്റിയൊക്കെ ഉണ്ടോ? കമ്മിറ്റി എന്നല്ല, കമ്മിറ്റി എന്ന രൂപത്തിലല്ല, ഇവരൊക്കെ പരസ്പരം ബന്ധപ്പെട്ടും പരസ്പരം പവർ ഗ്രൂപ്പ്. അതെ, അങ്ങനെ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് എന്തെങ്കിലും അനുഭവമുണ്ടോ? അതെ, ഉഷ പറഞ്ഞല്ലോ, ഉഷ പുറത്തേക്ക് പോയത് തന്നെ അങ്ങനെയാണെന്ന്. അതൊന്ന് വിശദീകരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചിരുന്നു. അതിനെക്കുറിച്ച് സംഘടനാപരമായ കാര്യമായതുകൊണ്ട്, സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് എനിക്കത് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. ഞാൻ സംഘടനയിൽ നിൽക്കുമ്പോൾ തന്നെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രതികരിച്ചു, ഞാൻ സംസാരിച്ചു. അതിനുശേഷം പ്രഖ്യാപിത വിലക്കല്ല, അപ്രഖ്യാപിത വിലക്ക് എനിക്കുണ്ടായി. പടങ്ങളൊക്കെ അങ്ങ് കുറഞ്ഞു. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് മനസ്സിലാക്കുന്നു. ഇത് ഏത് വർഷമാണ് ഉഷ ഈ അനുഭവമൊക്കെ? 95-96 95 ശേഷമാണ്.